നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 21 ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം പുണർദം, 4-ാം പാദം. ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് കർക്കിടകത്തിലാണ്. സ്വന്തം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം 4-ാം ഭാവത്തിൽ ബലവാനായി ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് ഇവരുടെ തറവാട്ടിൽ നിന്നുമൊക്കെ വളരെ സന്തോഷകരമായ വാർത്ത കേൾക്കാനോ അമ്മയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനോ, എന്തെങ്കിലും ദോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പുരോഗതി ഉണ്ടാകാനോ, അല്ലെങ്കിൽ അമ്മയുമൊത്ത് മാതാവുമൊത്ത് മാതാവിൻ്റെ ബന്ധുക്കളുമൊത്തൊക്കെ നല്ല രീതിയിൽ ഇന്ന് സഹവസിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം അത് തിരികെ കിട്ടുന്ന ദിവസമോ അതുമായി ബന്ധപ്പെട്ടും മനസ്സിന് സന്തോഷത്തിന് വക നൽകുന്ന നിമിഷങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം. വിദേശവുമായി ബന്ധപ്പെട്ട് മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ തീർപ്പുണ്ടാകാം. അതുപോലെ ജോലി സംബന്ധമായ കാര്യത്തിലും വളരെ സന്തോഷകരമായ ദിവസമാണെന്ന്. പൊതുവെ സാമ്പത്തിക നേട്ടവുമുണ്ട്, ആദായകരം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. തീർച്ചയായും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷം ലഭിക്കുന്ന ദിവസമാണെന്ന്. പിതാവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില തർക്ക വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാമെങ്കിലും അതൊന്നും മനസ്സിനെ അലോസരപ്പെടുത്തുന്ന തരത്തിൽ വളരെ മാരകമായി മാറുന്നില്ല. സാമ്പത്തികമായി വളരെ നേട്ടം കാണുന്നു. ഇന്ന് ഇവർക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്ന് പോലും തങ്ങളുടെ വാക്സാമർത്ഥ്യം കൊണ്ടോ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടോ പണം കിട്ടുന്നതായിരിക്കും. അടുത്ത ബന്ധുക്കളോ സഹോദരന്മാരോ ഒക്കെ ഇവരെ ഇന്ന് സഹായിക്കും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 2-ാം ഭാവത്തിൽ 2-ാം ഭാവാധിപൻ തന്നെ നിൽക്കുന്നതിനാൽ ഇന്ന് വാക്കുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവരെ സ്വാധീനിപ്പിക്കാനും മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ വ്യക്തിത്വം അടിച്ചേൽപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യത ഉണ്ടാവണമെന്നില്ല. പ്രതീക്ഷിച്ച അത്ര കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വരും. എന്നാലും സാമ്പത്തികമായിട്ട് വലിയ ദോഷം ഇന്നുണ്ടാകില്ല. ഈ കടം വാങ്ങുന്നത് പോലും ഒരു ഭാരമായി മാറുന്ന അവസ്ഥ കാണുന്നില്ല. അടുത്ത ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവർക്കിന്ന് വളരെ ഗുണകരമായ ദിവസമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടോ പ്രണയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടു ബിസിനസ്സിൻ്റെയോ സഹകരണാടിസ്ഥാനത്തിൽ പോകുന്ന ഒരു പ്രവർത്തനങ്ങളുടെയോ താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്ത കേൾക്കുന്ന ദിവസമാണ്. നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തികമായി വളരെ ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് പഠനത്തിനോ ജോലിക്കോ ഒക്കെ അനുകൂലമായ ദിവസമാണെന്ന്. അതുമായി ബന്ധപ്പെട്ടും നല്ല വാർത്ത കേൾക്കുന്ന ദിവസമാണെന്ന്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ചെലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണിക്കുന്നു. പക്ഷേ സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ ഒരിക്കലും അതൊരു അനാമത്തോ ആവശ്യമില്ലാത്തതോ ആയ ചെലവല്ല. ഉടനെ ലാഭം കിട്ടാത്ത തരത്തിൽ തങ്ങളുടെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ, മക്കളുടെ, ഭാര്യയുടെ, ജീവിത പങ്കാളിയുടെ, അമ്മയുടെ, ഇവരുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന കാര്യങ്ങളാവാം. അതുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടസ്ഥാനത്ത് പോയി എന്ന് കരുതേണ്ട കാര്യമില്ല. മാത്രമല്ല ഇവർക്കിന്ന് യാത്ര ചിലപ്പോൾ ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. മറ്റൊരു ദിവസത്തേക്ക്. ഇന്നത്തെ യാത്ര കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾക്ക് ഭാഗികമായ വിജയം കാണുന്നുള്ളൂ. പിന്നീട് അത് പൂർത്തിയാക്കാൻ സാധിക്കും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവ്വ അനുഗ്രഹങ്ങളുടെയും ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസം കാണാൻ. പൊതുവെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് അല്പം പ്രതികൂല ദിവസങ്ങളാണ് കടന്നു പോവുകയെങ്കിലും ഇന്നത്തെ ദിവസം ഇവർക്ക് ചന്ദ്രൻ്റെ നിലപാട് കൊണ്ട് ഗുണമാണ്. അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും നല്ല വാർത്ത കേൾക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ നല്ല വിജയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പുരസ്കാരമോ ഇന്ന് ഇത് സംബന്ധമായിട്ട് ഇവർ സ്വീകരിക്കുന്നതായി കാണുന്നു. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. ഭാഗ്യക്കുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് അവർക്ക് നേട്ടത്തിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. തുലാം രാശി. ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വെളുത്ത വസ്തുക്കളോ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഇന്നിവർക്ക് സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് തങ്ങളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ അനുകൂലമായ വാർത്ത കേൾക്കാനിടവരും. സാമ്പത്തികമായ നേട്ടം കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നന്നായി അഭിരമിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖല ഇന്ന് കൂടുതൽ പുഷ്കലമാകുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും കാണുന്നു, യാത്രാഗുണം കാണുന്നു, യാത്ര വിജയത്തിലെത്തുമെന്ന് തന്നെ കാണുന്നു.
വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9ലെ സഞ്ചാരം സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ വർദ്ധിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ പിതാവിനൊന്നും ശാരീരികമായ അവശത കാണുന്നില്ല. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുമായിട്ട് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില താമസങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന് അനുകൂലമായ വാർത്ത കേൾക്കും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഗുണകരമായ അനുഭവമാണ് കാണുന്നത്. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം കടന്നു വരുന്നൊരവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും പിതാവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വളരെ കാരണവസ്ഥാനത്തുള്ള തറവാട്ടിലെ ആൾക്കാരിൽ നിന്നൊക്കെ ഇവർക്ക് സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചന്ദ്രൻ 8ാം ഭാവത്തിലാണ് സഞ്ചാരം. അഷ്ടമചന്ദ്രൻ ഓർക്കാപ്പുറത്ത് ധനം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് പ്രതീക്ഷിക്കുന്ന ധനം വരണമെന്നില്ല, എന്നാൽ കാര്യങ്ങളൊക്കെ നടക്കാൻ പാകത്തിലുള്ള ഒരു ധനം അവർക്കിന്ന് കിട്ടുന്നതാണ്. അതുപോലെ യാത്രയ്ക്കും ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വരാം. പക്ഷേ അതൊന്നും പരാജയത്തിലെത്തണമെന്നില്ല. കാരണം ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ. 2ാം ഭാവത്തിൽ ചൊവ്വ ബലവാനായി നിൽക്കുന്നതുകൊണ്ടും അത് ചന്ദ്രൻ്റെ വീക്ഷണത്തിൽ നിൽക്കുന്നതിനാലും ആളുകളോട് സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ചൊവ്വ ഒരു അഗ്രസീവായ പ്ലാനറ്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വികാരാധിക്യം കൊണ്ട് ചില തെറ്റുകൾ പറ്റിയേക്കാം. അത് ശ്രദ്ധിക്കണം. മകരം രാശി, ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 6 നക്ഷത്രങ്ങളടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്ന ദിവസം. മനസ്സിൽ ആഗ്രഹിച്ച് നടന്നിരുന്ന കാര്യങ്ങൾ പലതും ഇന്ന് നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക നേട്ടവും ഇന്നുണ്ടാവും. പ്രവർത്തനത്തിൽ വിജയം കാണുന്നു. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരോ പഠനത്തിന് വേണ്ടി അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഇന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പലർക്കും ഗുണകരമാണ് മകരം രാശിക്കാർക്ക്. മറ്റൊന്ന്, ഇവരുടെ സാമ്പത്തികവും ശാരീരികവുമായ കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായി വളരെ ഗുണം വരുന്നതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഉത്സാഹം വരുന്നു. ശരീരത്തിനുണ്ടായിരുന്ന ചില അപാകതകളും പ്രശ്നങ്ങളുമൊക്കെ ഈ സാമ്പത്തിക വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഗുണകരമാണിന്ന് കാണുന്നത്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ 6, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന ചന്ദ്രൻ കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനം നൽകും. കുറേ കാലമായി മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന പണം ഒരു ശല്യം പോലെ മനസ്സിനെ അലട്ടിയിരുന്നത് ഇന്ന് അതിൽ നിന്ന് ആശ്വാസത്തിന് വകയുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടാൻ ഇവർ ഏതെങ്കിലും തരത്തിൽ അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുകയോ ചെയ്തിരുന്ന വായ്പ തീർച്ചയായും അതൊന്ന് കിട്ടുകയും ചെയ്യും. ഏതാണ്ട് പൂർണ്ണമായും അത് അവരിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ മാറി നിന്നിരുന്ന ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ ഒക്കെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഒരു അവസ്ഥ ഇന്ന് കാണുന്നു. പൊതുവെ ഗുണകരമാണ് കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മീനം രാശി, പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനം രാശിക്ക് 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ധനപരമായ കാര്യത്തിൽ ദോഷമൊന്നുമില്ല. 5ലാണ് ചന്ദ്രൻ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തിനും വലിയ തടസ്സം കാണുന്നില്ല. സന്താനങ്ങൾക്ക് ജലജന്യമായ രോഗങ്ങൾ, നീർദോഷമോ സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഭാഗ്യം പൊതുവെ അനുകൂലമാണ്. എന്നാൽ ജന്മത്തിൽ നിൽക്കുന്ന രാഹുകേതുക്കളുടെ മാത്രം കാര്യങ്ങൾ അവരൊന്ന് ശ്രദ്ധിക്കുക. ശാരീരികമായ അവശതയുണ്ടാകാനോ തങ്ങളെക്കുറിച്ച് അപവാദം പരക്കാനോ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുക. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.